നമസ്കാരം. നാട്ടുരാജ്യം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പൊന്നിൻ ചിങ്ങമാസം. ചിങ്ങം പുതുപുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് തൊടുപുഴയിൽ എക്സൽ എന്റർപ്രൈസ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചത്. ബേക്കിംഗ് ഉൽപ്പന്നങ്ങൾ, നട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഇരുനിലകളിലായിട്ട് അതിവിശാലമായ ഷോറൂം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഏറ്റവും മാന്യതയിൽ കണക്കാക്കി മികച്ച ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ ചിങ്ങം 1 തന്നെ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ ബേക്കറി റോ മെറ്റീരിയൽ ഹൊറേക്ക വിതരണക്കാരായ എക്സൽ എന്റർപ്രൈസിന്റെ നവീകരിച്ച ഷോറൂം 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 11:30 ബേക്കേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കിരൺ എസ് പാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സാബിറ ജലീൽ ഭദ്രദീപം തെളിയിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ സജി പോൾ ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. KHRA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയൻ ജോസഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി ശ്രീ സന്തോഷ് CR ആദ്യ വിൽപ്പന നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ ബേക്കറി റോ മെറ്റീരിയൽ ഹൊറേക്ക വിതരണക്കാരായ എക്സൽ എന്റർപ്രൈസിന്റെ നവീകരിച്ച ഷോറൂം 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 11:30 ബേക്കേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കിരൺ എസ് പാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സാബിറ ജലീൽ ഭദ്രദീപം തെളിയിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ സജി പോൾ ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. KHRA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയൻ ജോസഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി ശ്രീ സന്തോഷ് CR ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഡോൺ ബേസിൽ കുര്യൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ PA സലിംകുട്ടി വിശിഷ്ട അതിഥിയായി. വാർഡ് കൌൺസിലർ ശ്രീമതി സഫിയ ജബ്ബാർ, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ MJ ജേക്കബ് തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം അനുവേട്ട നമസ്കാരം. ഈ ചിങ്ങപ്പുലരിയിൽ തൊടുപുഴക്കാരെ വിസ്മയമാക്കിയിരിക്കുകയാണ്. ഗ്രാൻഡ് ഓപ്പണിംഗ് മാത്രമല്ല, ഗ്രാൻഡ് പ്രസ്ഥാനമായി തന്നെ എന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പം വന്നവരുടെയൊക്കെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയും വലിയൊരു മഹത്തായ പ്രസ്ഥാനം തൊടുപുഴയ്ക്ക് സംഭാവന ചെയ്യാൻ നിങ്ങളുടെ പ്രയത്നം എങ്ങനെയായിരുന്നു എന്നും കൂടെ ജനങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ തോതിലാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വർഷേൻ്റെ അടുത്തുള്ള ഓപ്പോസിറ്റുള്ള ഗോഡിപ്പടിയുടെ അടിയായിരുന്നു ആദ്യത്തെ ഗോഡൗൺ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഐറ്റങ്ങളെല്ലാം കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ റിക്വയർമെൻ്റ് അനുസരിച്ച് കൂടി വന്നപ്പോൾ സ്ഥലം തികയാതെ വന്നപ്പോൾ പുതിയൊരു ഗോഡൗണിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ആ ഗോഡൗണും തികയാതെ വന്നു. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഡെയിലി
ഒരു ചുരുങ്ങിയത് ഒരു 100 പ്രോഡക്റ്റ് എങ്കിലും പുതിയതായി രൂപപ്പെടുന്ന, പുതുതായി ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി. ഓരോ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഐറ്റങ്ങൾ ഇങ്ങനെ കൂടുന്തോറും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സ്പേസ് തികയാതെ വരും. കാരണം നമ്മുടെ കസ്റ്റമറിൽ ആരെങ്കിലും ഒരാൾ ഈ പുതിയൊരു പ്രോഡക്റ്റ് ആവശ്യക്കാരനായാൽ പിന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ എടുത്തു വെക്കേണ്ടതായ ഒരു സ്ഥിതി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് സ്ഥലപരിമിതി ഓരോ ഘട്ടത്തിലും കൂടി വന്നു. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഒരു പുതിയ പ്രസ്ഥാനം ഇനി ചെയ്യുമ്പോൾ വരുന്ന ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്. അപ്പോൾ റീറ്റെയിലും ഹോൾസെയിലും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കസ്റ്റമർക്ക് കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞും ഒക്കെ എടുക്കാൻ പാകത്തിനുള്ള ഒരു വലിയ ഷോപ്പ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഒരു 6 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ സ്റ്റാഫുകൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് പഴയ കടയിൽ. കാരണം ഈ സാധനങ്ങൾ കണ്ടെത്താനും എടുക്കാനും ഒക്കെ ഈ സ്ഥലം കുറവാണെങ്കിൽ അതിനകത്ത് ഡാമേജ് ഒത്തിരി വരും, അങ്ങനെ നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടന്ന് നീറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് ഇത്തരം പിന്നെ ഇനി ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലുണ്ടായിരുന്ന സൗകര്യത്തിൻ്റെ 5 ഇരട്ടി സൗകര്യങ്ങളോട് കൂടി ഇത് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരുപാട് തടസ്സങ്ങളും ഒക്കെ മനസ്സിൽ വന്നു, സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് ഇവിടെ വരെ എത്തി ദൈവം സഹായിച്ച് അതിൽ ഞാൻ എന്തായാലും ഇന്ന് സന്തോഷവാനാണ്. അപ്പോൾ തൊടുപുഴയ്ക്ക് അഭിമാനമുണ്ട്. കാരണം തൊടുപുഴ അതിവിശാലമായ ഭയങ്കര സ്വർണ്ണക്കടകളൊക്കെയാണ് ഇപ്പോൾ വിപുലമായ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ മറ്റ് വ്യവസായം കൊണ്ട് മടുത്തപ്പം അങ്ങനെ ഒരു സംഭവം ന്യൂ ജനറേഷനിലേക്കാണ് തൊടുപുഴയുടെ വ്യാപാരം മാറിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ട്. അപ്പോൾ നമ്മുടെ പഴയ തലമുറകൾക്കൊക്കെ ആശ്വാസമായി ധാന്യങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കി. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു ഗോഡൗണും ഇതൊരു വിദേശ രീതിയിലുള്ള ഒരു വ്യവസായ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതിൽ കുടുംബത്തിൻ്റെയൊക്കെ പങ്ക് എങ്ങനെയുണ്ട്? പങ്കുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മക്കളുടെ കാഴ്ചപ്പാടും ഒക്കെ കൂടി സമന്വയിപ്പിച്ചിട്ടാണ് ഇതിനകത്ത്. മക്കളൊക്കെ എന്താ MBBA? ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചെങ്കിലും ആൾക്ക് താല്പര്യം ബിസിനസ്സിലും ഒക്കെയാണ്. അപ്പോൾ ആൾ ഓൺലൈനിൽ ഒക്കെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഐഡിയയും കൂടി ചേർത്തിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഒക്കെ രൂപീകരിച്ചത്. യുവാക്കൾക്ക് ഒരു പ്രചോദനമാകട്ടെ. നമുക്ക് വിദേശത്തൊന്നുമല്ല, ഇവിടെ തന്നെ വിദേശം ഒരു രീതിയിലുണ്ടാക്കാവുന്ന ഒരു മാതൃകയായിട്ടാണ് നമ്മുടെ എക്സൽ ഇന്നത്തെ ഈ ചിങ്ങം 1 ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്.